ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പെട്ടിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതിൻ്റെ ഒരു പാക്കിംഗ് ആൻഡ് ഫൈനൽ പാക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഫൈനലായിട്ടുള്ള കുറച്ച് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ ചിലതൊന്നും മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ഞാനത് അവിടെ എത്തുമ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. സോ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നതിൻ്റെ മീൻസ് പെട്ടിയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ആൻഡ് ഫോണിലൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ഞാനിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് വരും, എനിക്ക് ഉറപ്പാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയാനുള്ളത്. സോ നമ്മൾ എന്നാ നമ്മൾ പോകുന്നത് 18th നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. ആൻഡ് 18th 11:15 നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. കൊച്ചി ടു ആണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം 3:30 ആണ്. ഒരു 5 hour അടുത്ത് ട്രാവലിംഗ് ഇല്ലേ കൊച്ചിക്ക് ഇല്ലേ. നമ്മൾ 3:30 ആകുമ്പോൾ നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ട് വരും. ഇപ്പോൾ ഒരു 3:15 ആയിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. ആൻഡ് നമ്മൾ മാത്രമല്ല കേട്ടോ പോകുന്നത്, ഞാനും സന്തോഷനും മാത്രമല്ല, കാശിയല്ല പോകുന്നത്. നമ്മുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്. സോ അവരെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം എന്തായാലും നമുക്ക് പെട്ടി ഒന്ന് പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ താഴത്തോട്ട് പോവാം. ഇത് നേരത്തെ കാശി എടുത്ത് കളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം അവിടെയും പെട്ടുപോയി. അപ്പം അതൊക്കെയാണ് നമ്മുടെ പാക്കിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്. ദെൻ ജസ്റ്റ് ഒന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് 7 kg ആണ് കേട്ടോ പെർ ഹെഡ് പറ്റുന്നത്. കാശിക്ക് 7 kg, എനിക്ക് 7 kg, സന്തോഷനും 7 kg, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ 2 ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് മാനേജ് ചെയ്യാനും എളുപ്പം അതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്ര വെയിറ്റ് ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് 7 kg ഇതിൽ ഫില്ലാവുമെന്നായിരുന്നു കേട്ടോ. പക്ഷെ അത്രയൊന്നും പ്രശ്നം വന്നില്ല. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇനി അവിടെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇല്ല, വെയിറ്റ് കൂടാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. 3:30 ആയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. സോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല ഇരുട്ട് കുത്തിയിട്ടുള്ളൊരു മഴയായിരുന്നു. പിന്നെ കുറച്ച് എത്തിയപ്പോഴത്തേനും ഏകദേശം മഴയൊക്കെ മാറി നല്ലൊരു വെയിലൊക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കാശി ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവനെ നമ്മൾ കാറിലിങ്ങനെ നെക്ക് പില്ലുകളൊക്കെ വെച്ചിട്ടായിരുന്നു അവനിങ്ങനെ ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എണീറ്റു, ഓക്കെ ആയി, ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയി കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ നമ്മുടെ ഈ ഒരു ട്രിപ്പിനുണ്ട് കേട്ടോ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. നമ്മളൊരു 7 day വെക്കേഷൻ ട്രിപ്പിനായിട്ട് തായ്ലൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിങ്ങിലാണ് എല്ലാവരും ഉള്ളത്, കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ കേട്ടോ. സോ നമ്മൾ കൊച്ചി ടു ആണ് കേട്ടോ പോകുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. കൊച്ചി ടു തായ്ലൻഡാണ് നമ്മൾ പോകുന്നത്. സോ ഒരു 8:30 ആ ഒരു സമയമായപ്പോൾ തന്നെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ടോട്ടൽ 10 ആളുകളാണ് കേട്ടോ പോകുന്നത്. സോ എല്ലാവർക്കും ലഗേജസ് ഉണ്ട്. എല്ലാവരും 2 years കഴിഞ്ഞവരായതുകൊണ്ട് എല്ലാവർക്കും ടിക്കറ്റ്സ് ഉണ്ട്. കാശിക്കും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. സോ എല്ലാവരും ഈക്വലി നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ക്യാരി ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2 bags മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും കൊള്ളുന്ന രീതിയിൽ നമ്മൾക്ക് ലഗേജസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിൽ തികയില്ല, 3 പെട്ടിയിലൊന്നും തികയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം കുറച്ച് ലഗേജസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. സോ നമ്മൾ 2 പെട്ടിയിൽ നമ്മളത് ഒതുക്കി കേട്ടോ.
നല്ല തിരക്കായിരുന്നു കേട്ടോ ബോർഡിങ്ങിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ക്യൂവിൽ നിന്നപ്പോൾ കാശി ഭയങ്കരമായിട്ട് ഇങ്ങനെ വാശി പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഓടി നടക്കുകയായിരുന്നു കേട്ടോ അവൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോർഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് സ്പേസൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ബോർഡിങ്ങൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തിരുന്നു. ബാക്കി എല്ലാവരുടെയും ബോർഡിങ് ഓക്കെ ആവുന്നവരെ നമ്മൾ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഈവനിങ് ആവുന്ന സമയത്ത് നമ്മൾ ചായയും ചെറിയ സ്നാക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. സോ നമ്മൾ ചിക്കിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം നമുക്ക് ബോർഡിങ് ആവാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ചിക്കിങ്ങും പിന്നെ നഗറ്റ്സും അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ചെറിയ കുട്ടി ആയിരുന്ന സമയത്ത് കാശിനെയും വെച്ച് ട്രാവൽ ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അവൻ ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത് വരെ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവൻ കളിയൊക്കെ പഠിച്ച് അവൻ ഫുൾ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യരുത്. അവൻ ഇഷ്ടപ്പെടുന്ന പോലെ അവനെ ഓടി നടക്കാൻ നമ്മൾ സമ്മതിക്കണം. അതായിരുന്നു അവൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അതല്ലെങ്കിൽ അവൻ വയലൻ്റ് ആവും, കരയും. അവനെ പിടിച്ചു നിർത്തുന്നൊന്നും അവന് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബോർഡിംഗ് എല്ലാം എടുത്ത് നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എയർ ഏഷ്യയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. സോ നമ്മൾ ബോർഡിംഗ് എല്ലാം ഓക്കെ ആയി നമ്മളെല്ലാവരും ഇപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഇനി ഈ ഫ്ലൈറ്റിൽ എങ്ങനെയായിരിക്കും അവൻ ഉറങ്ങുമോ. ഒരു 11:15 നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അവൻ ഉറങ്ങുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. കാശിക്ക് 2 years ആയതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ സീറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തൊക്കെ സീറ്റ് ബെൽറ്റ് ഇടുന്നതും ഒക്കെ അവന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അവനെ പിടിച്ച് നിർത്തിയിട്ടാണ് ആ ഒരു ടേക്ക് ഓഫിൻ്റെ സമയമൊക്കെ ഹാൻഡിൽ ചെയ്തത് കേട്ടോ. ഫസ്റ്റ് ഞാൻ പോകുന്ന സമയത്തൊക്കെ അവന് ന്യൂ ബോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മടിയിൽ തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവൻ ഫുൾ ഉറക്കമായിരിക്കും കേട്ടോ. ടേക്ക് ഓഫ് മുതൽ ലാൻഡിങ് വരെ 4 hours ഒക്കെ അവൻ അങ്ങോട്ട് വന്നപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഓക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ കുറേ നേരത്തെ കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞ് അവന് കുറച്ച് ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ നേരം ഏട്ടന്മാരുടെ കൂടെ ഒക്കെ ഇരുന്ന് കളിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം അവനിങ്ങനെ ഉറക്കത്തിൻ്റെ സമയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ലൈറ്റ്സ് എല്ലാം ഓഫായ സമയത്ത് അവൻ ഓക്കെ ആയിട്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഹെഡ് പില്ലോയിലൊക്കെ വെച്ച് അവനെ മാക്സിമം റിലാക്സ് ആക്കിയിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കും ഉറക്കം ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചതൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിനൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് അധികം ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാശി എണീറ്റു. അങ്ങനെ ഫ്ലൈറ്റിൽ നമുക്ക് അധികം ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മളൊരു 3:30 ആവുന്ന സമയത്തോട്ട് തായ്ലൻഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3:30 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 1.5 hours ഡിഫറൻസ് ആണ് വരുന്നത്. തായ്ലൻഡിൽ നേരത്തെയാണ് സമയം വരുന്നത് കേട്ടോ. സോ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളൊരു 6 o'clock ആവുന്ന സമയത്തോട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ക്യാബ് എല്ലാം ബുക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട്. സോ ഇനി ബാങ്കോക്കിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറെ വീഡിയോസിലൂടെ കാണാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ബൈ.